നമസ്കാരം. ഞാൻ രവി നമ്പ്രം. ഒരു ചെറിയ വിഷുവായന. ഉണർവിൻ്റെ ഉത്സവം വിഷു. ഖഗോളവൃത്തത്തിലെ വിഷുവൽ സന്ധ്യകളിൽ സൂര്യനെത്തുന്ന ദിവസം. ഭൂഗോളത്തിലെല്ലായിടത്തും രാവും പകലും തുല്യം. വർഷത്തിൽ 2 തവണ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തെയാണ് വിഷു എന്ന് പറയുന്നത്. മേടവിഷുവും തുലാവിഷുവും. ഇതിൽ മേടവിഷുവിനെ മലയാളികൾ ഉത്സവമായി വരവേൽക്കുന്നു എന്ന് നമുക്കറിയാം. മലയാളികളുടെ അതിപ്രധാനമായ 2 ആഘോഷങ്ങൾ ആണല്ലോ ഓണവും വിഷു. ഇത് രണ്ടും ഈ ദേശത്തിൻ്റെ സംസ്കൃതിയുമായി നാഭീനാള ബന്ധത്തിൽ രൂപപ്പെട്ടതാണെന്ന് കാണാം. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ 2 ആഘോഷങ്ങളും എന്ന് സാരം. രണ്ടും വിളവെടുപ്പുമായി ബന്ധപ്പെടുത്തി ചിട്ടപ്പെടുത്തിയതാണ്. വിളവിറക്കും ഇതിൻ്റെ ഭാഗമായിട്ട് വിഷുവിന് വരുന്നുണ്ട്. അതിലൊന്ന് ഓണം, നമുക്കറിയാം, സംതൃപ്തിയുടെയും ആനന്ദത്തിൻ്റെയും പ്രതീകമാണ്. എന്നാൽ വിഷു ഉണർവിൻ്റെയും കർമ്മോത്സുകതയുടെയും സന്ദേശമാണ് എന്നാണ് എൻ്റെ മതം. അതെ, ഉത്തിഷ്ഠത ജാഗ്രത എന്ന ചൊൽപ്പൊരുൾ ഇഴചേരുന്നതാണ് വിഷു ആഘോഷത്തിൻ്റെ ആചാരങ്ങൾ എന്ന് കാണാവുന്നതാണ്. ഇവിടെ വിഷുവിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ വിശദീകരിച്ച് പറയാൻ മുതിരുന്നില്ല. ചുരുക്കി 2 കാര്യം മാത്രം സൂചിപ്പിക്കാം. അസുര നിഗ്രഹം നടത്തിയ ശ്രീകൃഷ്ണ വിജയത്തിൽ ആർത്താഹ്ലാദിക്കുന്ന ഭക്തജനഘോഷത്തിൻ്റെ നേർക്കാഴ്ചയും അത് പിന്മുറക്കാർക്ക് കയ്യേൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് വിഷുവെന്നും, വേറൊരു ഐതിഹ്യത്തിൽ പറയുന്നത് സൂര്യദേവനെ തടസിച്ച് അഹങ്കരിച്ച രാവണനെ കീഴ്പ്പെടുത്തി ലങ്കയിൽ സൂര്യോദയ പാത തീർത്ത ശ്രീരാമ വിജയത്തിൻ്റെ ആഹ്ലാദ സ്മരണയാണ് വിഷു എന്നും. ഇങ്ങനെ വ്യത്യസ്തമായ വിശ്വാസമതങ്ങളുണ്ട്. അതെ, ദൈവചരിതത്തിലും വിശ്വാസഗാഥയിലുമൊക്കെ വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും ഒട്ടേറെ ഉണ്ടെന്ന് നമുക്കറിയാം. അതവിടെ വിടാം. അതുപോലെ തന്നെ ഈ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ശാസ്ത്രീയ ദർശനങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതും തൽക്കാലം മാറ്റിവെക്കാം. ഇവിടെ വിഷുവിൻ്റെ സാമൂഹ്യ സാംസ്കാരിക സന്ദേശത്തെക്കുറിച്ച് മാത്രം 1-2 കാര്യങ്ങൾ ഓർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വിഷു ആഘോഷം തീർത്തും മനുഷ്യ ജീവിതത്തിൽ പ്രകൃതി സ്വാധീനം വിസ്തരിച്ച് ബോധ്യപ്പെടുത്തുന്ന ആചാരചിട്ടകളാണെന്നത് ഒരു വസ്തുതാ പാഠമാണ്. നമുക്കറിയാം, വിഷു ആഘോഷത്തിലെ 2 പ്രധാന ആചാരങ്ങൾ, ഒന്ന് വിഷുക്കണി, മറ്റൊന്ന് വിഷുക്കൈനീട്ടം. എന്നാൽ മറ്റ് 2 ആചാരങ്ങൾ കൂടി പഴയ നാളുകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊണ്ടു നടന്നതായി കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ചാലിടൽ, മറ്റൊന്നാണ് കൈക്കോട്ട് ചാൽ. ഈ 2 ആചാരങ്ങളും കൃഷിപാഠങ്ങളുടെ നേർക്കാഴ്ചകളാണ് എന്ന് കാണാവുന്നതാണ്. ചില കർഷക കുടുംബങ്ങൾ ഇന്നും അത് മുറതെറ്റാതെ പാലിച്ചു വരുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം. വ്യാപകമായി ഒന്നും ഇല്ലെങ്കിലും. ഇവിടെ മറ്റൊന്നുകൂടി, വിഷുക്കണിയുടെ പൊരുൾ വായിച്ചാലോ? ഞാൻ ആദ്യം പറഞ്ഞ ഈ പ്രകൃതി പാഠമുണ്ടല്ലോ, ആ പ്രകൃതി പാഠം നന്നായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേർചിത്രമാണ് വിഷുക്കണി എന്ന് നമുക്ക് കാണാം. ഇടയിൽ ഒരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിഷു എന്നത് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. വിളവിറക്കിനോടൊപ്പം തന്നെ വിളവെടുപ്പ് ഉത്സവത്തോടൊപ്പം തന്നെ അത് യഥാർത്ഥത്തിൽ ഒരു വിളവിറക്ക് ഉത്സവം കൂടിയാണ്. രണ്ടാമത് പറഞ്ഞ 2 ആചാരങ്ങൾ, അതിലൂടെ ബോധ്യമാകുന്നത് നോക്കൂ. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളുടെ കണിയൊരുക്കം. ഇത് നമുക്കറിയാം, പച്ചക്കറികളുടെ, പഴവർഗ്ഗങ്ങളുടെ വിളസമൃദ്ധിയുടെ നാളുകൾ ആണെന്നറിയാം. ഈ ചൂടുകാലം എല്ലാതരം പച്ചക്കറികളും പഴങ്ങളും
നാണ്യോൽപ്പന്നങ്ങളുമൊക്കെ ധാരാളം കിട്ടുന്ന സമയം, പഴയ നാളുകളിൽ പ്രത്യേകിച്ചും. ഇവയോടൊപ്പം അരിയും പയർവർഗ്ഗങ്ങളും ചേർക്കുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മനുഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഉൽപ്പന്നങ്ങളും, വിവിധ ഉൽപ്പന്നങ്ങളും ശേഖരിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു കാലത്ത് അതോടൊപ്പം തന്നെ അവയോടൊപ്പം ചേർത്തുകൊണ്ട് വസ്ത്രങ്ങൾ, സ്വർണം, വെള്ളി, രൂപാനാണയങ്ങൾ, ഗ്രന്ഥങ്ങൾ, മധുര പലഹാരങ്ങൾ, തീർന്നില്ല. ഇതിനെയെല്ലാം ചേർത്തുകൊണ്ട് ഇതിനൊക്കെ ഉപരിയായിട്ട് സ്വയം കാണാനുള്ള കണ്ണാടി, ഇങ്ങനെ ജീവഗന്ധിയായ സകല സാധനങ്ങളും കണിക്കളത്തിൽ നിറയുന്നു. ഒപ്പം കണിക്കൊന്ന അതിലൊരു പ്രധാന ഇനമാണ്. അത് ഒഴിച്ചു വെച്ചിട്ടുള്ള ഒരു കണിക്കളം നിറക്കലില്ല എന്നതാണ് വാസ്തവം. കണിക്കൊന്ന അതിൻ്റെ പ്രത്യേകതയുണ്ട്. തപിച്ചു തിളക്കുന്ന അന്തരീക്ഷത്തിൽ, ചൂടിലാണ് കൊന്ന വിരിയ, അതാണ് പറയുന്നത്. തപിച്ചു തിളക്കുന്ന അന്തരീക്ഷത്തിൽ സൂര്യതാപം ആവാഹിച്ച് സ്വയം പരിശോഭ പരത്തുന്ന കൊന്നപ്പൂവ്. അതെ, കഷ്ടപ്പാടിൽ, അധ്വാനത്തിൽ, ഉത്സാഹത്തിൽ ഏതൊരാൾക്കും ജീവിതം പ്രഭാപൂരിതമാക്കാം. അങ്ങനെ പ്രഭാപൂരിത ജീവിതത്തെ സ്വയം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രകൃതി പാഠം, അതാണ് കൊന്നപ്പൂ. ഓരോ കണിദ്രവ്യങ്ങൾക്കും ഇങ്ങനെ അതിമനോഹരമായ, അതിമഹത്തായ ജീവിത പൊരുളുകൾ ഉൾച്ചേർത്തി നമുക്ക് സംവദിക്കാൻ കഴിയുന്നതാണ്, വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് കാണാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർമ്മയിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, വിഷുദിനം എന്നത്, വിഷുപ്പുലരി എന്നത് പുതുവർഷാരംഭമായി ഗണിക്കുന്നതാണ്. അങ്ങനെ മലയാളികളെ സംബന്ധിച്ച് പുതുവർഷാരംഭമായി ഗണിക്കുന്ന മേടപ്പുലരിയിൽ അതികാലത്തെ സൂര്യോദയത്തിന് മുന്നേ ഉണർന്നെഴുന്നേൽക്കുന്ന മക്കളെയും പേരമക്കളെയും ബന്ധുജനത്തെയും കണ്ണുപൊത്തി ആനയിക്കുന്ന മുത്തശ്ശി അഥവാ ഗൃഹനാഥ, എന്നിട്ട് അവരെ നിറദീപത്തിന് മുന്നിലിരുത്തി കണ്ണു തുറന്ന് കണി കാണാൻ ആവശ്യപ്പെടുന്നു. നോക്കൂ, ആ വിശ്വാസത്തിൻ്റെ ചുമരെഴുത്തായി പിൻപറ്റുന്നവർ, അത് ആ വിശ്വാസം എന്നല്ല, അത് വിശ്വാസത്തിൻ്റെ ഒരു തരം ചുമരെഴുത്തായി പിൻപറ്റുന്നവർ ഏറെയാണെന്ന്, വളരെ വലിയ ശതമാനമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതെന്തോ ആകട്ടെ, അതങ്ങനെ പോകട്ടെ, അതിനപ്പുറത്ത് നാം വായിച്ചെടുക്കേണ്ടുന്ന ഒരു ഉൾക്കാമ്പുണ്ട്. അവിടെ നിറദീപത്തിന് മുന്നിലാണ് നമ്മൾ ഇരുത്തുന്നത്. നിറദീപം എന്നത് കേവലം ഒരു ദൈവിക പ്രതീകമായി എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറത്ത് അന്ധകാരരോധത്തിൻ്റെ, വിജ്ഞാന തെളിമയുടെ, സന്തോഷത്തിൻ്റെ, ഉന്മേഷത്തിൻ്റെ, ഉണർവിൻ്റെ, സർവോപരി ഊർജപ്രഭവത്തിൻ്റെ നേർബിംബമാണ് നിറദീപം എന്നാണ് എൻ്റെ മതം. അത് സാക്ഷിയാക്കി ഞാൻ പ്രകൃതിയെ പഠിക്കാൻ, ചുറ്റും കാണാൻ, എന്നെ അറിയാൻ, കണ്ണാടി വെറുതെ വെക്കുന്നതല്ല, സ്വയം കാണാനാണ് ഗുരുദേവൻ പറഞ്ഞതുപോലെ. എന്നെ അറിയാൻ, പ്രകൃതിയെ ഉൾക്കൊള്ളാൻ, അതാണല്ലോ കണിയിലൊരുക്കിയ വസ്തുക്കൾ മുഴുവൻ ഉൾച്ചേർന്ന് വരുന്നത്. അങ്ങനെ പ്രകൃതിയെ ഉൾക്കൊള്ളാൻ കരുത്തു നേടുന്നു. അതാണ് വിഷുക്കണി. തുടർന്ന് മധുരം നുണഞ്ഞ് ഗൃഹനാഥനിൽ നിന്നും കൈനീട്ടം, എങ്ങനെ വരും നാളിനെ സുഭിക്ഷവും സുഭദ്രവുമാക്കാൻ കഴിയട്ടെ എന്ന ആശംസ സന്ദേശമായി ലഭിക്കുന്ന കൈനീട്ടം. എന്തൊരു ശ്രേഷ്ഠമായ ആചാരം! ഒപ്പം തന്നെ മറ്റൊരു ആചാര ചടങ്ങ് നമ്മൾ കാണേണ്ടത്, ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ രണ്ട് പ്രധാനപ്പെട്ട ആചാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, കണി കണ്ട ഉടൻ ഗൃഹനാഥൻ വയലിലേക്ക് പോകുന്നു. അവിടെ നെൽവയലിൻ്റെ മൂല കൊത്തിയൊരുക്കി വിത്തിടൽ കർമ്മം ധന്യമാക്കുന്നു. അതാണ് ചാലിടൽ. ഹ്രസ്വമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗൃഹനാഥൻ വയലിലെത്തി മൂല കൊത്തി ഒരുക്കി അവിടെ വിത്തിടുന്നു. അതാണ് ചാലിടൽ എന്ന ആചാരം. വിഭവസമൃദ്ധമായ ഉച്ചയൂണിന് ശേഷം പണിയായുധത്തെ, പ്രത്യേകിച്ചും തുമ്പയെ കഴുകി തുടച്ച്, അതാണ് കുളിപ്പിച്ചിട്ട് കഴുകി തുടച്ച് ചന്ദനം ചാർത്തി
വീട്ടുവളപ്പിൽ എവിടെയെങ്കിലും വീട്ടുതൊടിയിൽ പറ്റാവുന്ന പ്രത്യേക ദിശയൊക്കെ പറയുന്നുണ്ട്. അത് കിളച്ച് മറിച്ച് കട്ടയുടച്ച് കൃഷിക്ക് അനുയോജ്യമായി വിത്തിടാൻ പാകത്തിൽ ഒരുക്കുന്നു. അതെ, ഉന്മേഷപൂർവ്വം നടത്തുന്ന അധ്വാന സന്ദേശം, അതിനെയാണ് കൈക്കോട്ട് ചാൽ എന്ന് പറയുന്നത്. എത്ര ഉദാത്തമായ ആചാരങ്ങളാണ്! അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ആചാരങ്ങളും നമ്മൾ അനാചാരങ്ങളും ദുരാചാരങ്ങളുമായി മാറ്റിവെക്കേണ്ടതല്ല. ആചാരങ്ങളിൽ ഉൾച്ചേർന്ന് വരുന്ന ശാസ്ത്രബോധവും പ്രകൃതി പാഠവും ഇത്തരം ഉത്സവ നാളുകളിലൊക്കെ നമ്മൾ പുനർവായന നടത്തേണ്ടതാണ്. ഇങ്ങനെ പറയാൻ ഏറെയുണ്ട്, അതിന് മുതിരുന്നില്ല, തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ഈ വിഷു, ഇങ്ങനെയുള്ള വിഷു, ഇതുപോലെ ആചരിച്ചു വന്ന വിഷു ഇന്ന് നമുക്കറിയാം, ഞാനടങ്ങുന്ന തലമുറ, എൻ്റെ മക്കളും പേരമക്കളും അടങ്ങുന്ന വരും തലമുറ ആയിരങ്ങൾ ഊറ്റിപ്പെറുക്കി ചൈനീസ് ഗന്ധകങ്ങൾ കൊണ്ട് കത്തിച്ച് പൊട്ടിച്ച് പുകമേഘങ്ങൾ തീർത്ത് സ്വയം മലിനമാക്കി. ഒപ്പം മദ്യവും മാംസവും പ്രധാന ആഹാരമാക്കി. എല്ലാവരും എന്നൊന്നും പറയുന്നില്ല, ഏറിയ കൂറും ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വഴിമാറി ഉന്മത്തരാകുന്നു. കാലം മാറി, രീതി മാറി, രുചി മാറി, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അപ്പോഴും നമ്മൾ കൈവിടാതെ സൂക്ഷിക്കേണ്ടുന്നൊരു പൈതൃക ഉപ്പുനീര്, അത് നമ്മൾ കൈവിട്ടു പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ ദുരന്തങ്ങൾക്കും ദുർഗതികൾക്കും കാരണമെന്ന് ഇടയിൽ സൂചിപ്പിച്ചുകൊണ്ട്, പഴയ നാളിലെ പൂർണ്ണമായ ഒരു ചടങ്ങുകൾ എന്നതിനപ്പുറത്ത് ആ സന്ദേശം ഉൾക്കൊള്ളുന്ന വിഷുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആ പഴയ വിഷു ഇനി തിരിച്ചു വരുമോ എന്ന ആശങ്കയോടെ, തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോടെ നിർത്തട്ടെ. നന്ദി.